സീഡ് സൊസൈറ്റിയുടെ പേരിൽ പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് കണ്ണൂർ ജില്ലയിലും വ്യാപക തട്ടിപ്പെന്ന് പരാതി. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേര് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിനെതിരെ 1000-ഓളം പരാതിയാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായ തട്ടിപ്പിനെ തുടർന്ന് സൊസൈറ്റി ഉടമസ്ഥൻ അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനായി പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, തയ്യൽ മെഷീനുകൾ എന്നിവ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. നിരവധി പേർ പകുതി പണം അടച്ചിട്ടും സാധനങ്ങൾ ലഭിക്കാതായതോടെ പരാതിയുമായി സ്ത്രീകൾ രംഗത്തെത്തുകയായിരുന്നു. കണ്ണൂർ ടൗൺ, വളപട്ടണം, മയ്യിൽ, പെരിങ്ങോം, പയ്യാവൂർ, ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനുകളാണ് കൂടുതൽ പരാതി എത്തിയത്. 1000-ഓളം പരാതികളാണ് നിലവിൽ ജില്ലയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. സന്നദ്ധ സംഘടനയാണെന്ന് വ്യാജേന ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. എല്ലാവരും സ്കൂട്ടിക്ക് 60,000 രൂപ, 50,000 രൂപ തോതിൽ മുടക്കിയവരാണ്. അതോടൊപ്പം ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, അങ്ങനെ പല സാധനങ്ങൾ ഇതിലേക്ക് നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ അടയ്ക്കുകയും, അപ്പൊ ഇവര് വിശ്വസനീയമായ രീതിയിൽ ഇവരുടെ ഓൺലൈനിലായിട്ട് പോർട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ അതിലൂടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി ലേറ്റ് ആവുന്ന എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒച്ചപ്പാടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു ലിങ്ക് ഇട്ട് തരികയും ആ ലിങ്കിൽ ഞങ്ങൾ കയറി ഞങ്ങളുടെ ടോക്കൺ കിട്ടുകയും ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയ ടോക്കൺ 90 അപ്പോൾ ഇവര് പറഞ്ഞത് 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഞങ്ങൾക്ക് ഈ സാധനം തരാമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ 100 വർക്കിംഗ് ഡേയ്സും കഴിഞ്ഞ് ഒരുപാട് നാളുകളായിട്ടും ഇതുവരെ ഈ അനക്കമില്ല. 2023 സ്കൂൾ തുറക്കുമ്പോൾ 1000 രൂപയ്ക്ക് 2000 രൂപയുടെ പഠനോപകരണങ്ങൾ വാഗ്ദാനം ചെയ്തായിരുന്നു സൊസൈറ്റിയുടെ തുടക്കം. മിക്കയിടത്തും തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളെ മുന്നിൽ നിർത്തിയായിരുന്നു വാഗ്ദാനം ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഒടുവിൽ ഒന്നും നടന്നില്ല. മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ ഈ സൊസൈറ്റിയുടെ ഉടമസ്ഥനായ അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനം, കണ്ണൂർ.